ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നാരായണീയത്തിലെ 23-ാം ദശകം ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ ശ്ലോകം. പ്രാചേതസസ്തു ഭഗവന്നപരോഹി ദക്ഷസ്ത്വത്സേവനം വ്യഥിതസർഗവിവൃത്തികാമഃ ആവിർബഭൂവിധ തദാലസദഷ്ടബാഹു തസ്മൈ വരം ദധിത താം ച വധൂമസഗ്നീം. ഭഗവാനെ, പ്രാചേതസഃ പ്രചേതസ്സുകളുടെ പുത്രനായ അപരഹ ദക്ഷഹാതു മറ്റൊരു ദക്ഷൻ. നേരത്തെ ഒരു ദക്ഷനെ കുറിച്ച് നമുക്ക് അറിയാം, ദക്ഷയാഗമൊക്കെ നടത്തിയതും ശിവനെ മോശക്കാരനെ ചിത്രീകരിച്ചതുമൊക്കെ. അതല്ല, വേറൊരു ദക്ഷൻ. സർഗവിവൃദ്ധി കാമഹ, സൃഷ്ടിയുടെ വർധന ആഗ്രഹിക്കുന്നവരായിട്ട് ത്വൽസേവനം, നിന്തിരുവടിയുടെ സേവനം വ്യഥിത ചെയ്തു, അങ്ങേ സേവിച്ചു. തഥാ അപ്പോൾ ലസദഷ്ടബാഹു, ശോഭിക്കുന്ന 8 കൈകളോടുകൂടിയ നിന്തിരുവടി ആവിർബഭൂവിധ ആവിർഭവിച്ചു. തസ്മൈ വരം താം അസിഗ്നീം വധൂം ദദിത ച. ഭഗവാൻ അവന്, അല്ലെങ്കിൽ ആ ദക്ഷന് ആവശ്യമുള്ള വരവും അസിഗ്നി എന്ന് പറയുന്ന ഒരു വധുവിനെയും ദാനം ചെയ്തു. നമുക്കറിയാം, പ്രചേതസ്സുകളുടെ വിവാഹം, വൃക്ഷങ്ങളുടെ പുത്രിയായ വാർഷ്യയാണ് അവർ പരിഗ്രഹിച്ചത്. അവർക്ക് ദക്ഷൻ എന്ന ഉണ്ടായി. 19-ാം ദശകത്തിൽ പറഞ്ഞിരുന്ന ആ കഥയാണത്. സന്താന പരമ്പര വർദ്ധിക്കാൻ ആഗ്രഹിച്ച ദക്ഷൻ ഭഗവാനെ സേവിച്ചു. ഭഗവാൻ അഷ്ടബാഹുവായി ദക്ഷന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ദക്ഷന് സന്താന സൗഭാഗ്യം എന്ന വരവും പഞ്ചജനൻ എന്ന പ്രജാപതിയുടെ പുത്രിയായ അസിഗ്നിയെ വധുവായി നൽകുകയും ചെയ്തു. പ്രാചേതസസ്തു ഭഗവന്നപരോഹി ദക്ഷ ത്വത്സേവനം വ്യഥിത സർഗവിവൃത്തികാമഃ ആവിർബഭൂവിധ തദാലസദഷ്ടബാഹു തസ്മൈ വരം ദദിത താം ച വധൂമസഗ്നീം. 23-ാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകം. തസ്യാത്മജാസ്ത്വയുതമീശ പുനഃസഹസ്രം ശ്രീനാരദസ്യ വചസാ തവ മാർഗമാപു നൈകത്ര വാസമൃഷയേ സമുമോജശാപം ഭക്തോത്തമസ്സതു ഋഷിരനുഗ്രഹമേവ മേനേ. ഭഗവാനെ, ഗുരുവായൂരപ്പ, അങ്ങയുടെ വരപ്രസാദം കൊണ്ട് ദക്ഷന് അസിഗ്നിയിൽ ഹര്യശന്മാർ എന്നറിയപ്പെടുന്ന 10,000 പുത്രന്മാരുണ്ടായി. അവരെ സൃഷ്ടി വർദ്ധിപ്പിക്കുന്നതിന് ദക്ഷൻ നിയോഗിച്ചു. അവർ അതിനുള്ള ശക്തി നേടാനായി നാരായണ തീർത്ഥത്തിൽ ചെന്ന് തപസ് തുടങ്ങി. അപ്പോൾ നാരദ മഹർഷി അവിടെ എത്തി. സൃഷ്ടികർമ്മത്തേക്കാൾ മോക്ഷപ്രാപ്തിയാണ് മെച്ചം എന്ന് അദ്ദേഹം അവരെ ഉപദേശിച്ചു. അത് കേട്ട ആ ഹര്യശന്മാർ തപസ് ചെയ്ത് ഭഗവത് സായുജ്യം പ്രാപിച്ചു. വീണ്ടും ശബള
ശബളാശ്വന്മാർ എന്നറിയപ്പെടുന്ന 1000 പുത്രന്മാർ ദക്ഷനുണ്ടായി. അവരെയും നാരദൻ മുക്തിമാർഗത്തിലേക്ക് നയിച്ചു. എടപ്പ കുട്ടികളൊക്കെ ഉണ്ടാവുന്നതിനേക്കാളും നല്ലത് ഭക്തിമാർഗമാണ്, മുക്തിമാർഗമാണെന്ന് പറഞ്ഞ് അവരെയും ഉപദേശിച്ച് അവരെ മുക്തിമാർഗത്തിലേക്ക് നയിച്ചു. അങ്ങനെ തൻ്റെ 11,000 പുത്രന്മാർ ഈ നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം മുക്തിയടഞ്ഞു എന്നറിഞ്ഞ ദക്ഷൻ കുപിതനായി നാരദനെ ശപിച്ചു. ശാപം എന്താ വെച്ചാൽ താങ്കൾക്ക് സ്ഥിരമായി ഒരിടത്തും വസിക്കാനാകാതെ പോകട്ടെ എന്ന്. ഇതും ഭഗവാന്റെ ഒരു പ്രേരണ കൊണ്ടാണെന്നാണ് പറയുന്നത്. ഭഗവത് പ്രേരണയാലുണ്ടായ ഈ ശാപം ലോകാനുഗ്രഹമായാണ്, അദ്ദേഹത്തിനൊരു അനുഗ്രഹമായാണ് പരിണമിച്ചത്. എന്താ, ഭക്തോത്തംസനായ നാരദന് എന്താ പരിപാടി? ഒരു ഭാഗത്തിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അപ്പോൾ എല്ലാ സ്ഥലത്തും, ഭൂമിയിലും സ്വർഗത്തും പാതാളത്തിലും ഒക്കെ നാരദന് സഞ്ചരിക്കാം. അവിടെ എല്ലാം ഈശ്വരനാമവും ധർമ്മവും പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കാനുള്ള ഒരു അനുഗ്രഹം പോലെയാണ് ഈ ശാപം അദ്ദേഹത്തിന് തോന്നിയത്. തസ്യാത്മജാസ്ത്വയുധമീശ പുനഃസഹസ്രം ശ്രീനാരദസ്യ വചസാ തവ മാർഗമാപുഃ നൈകത്ര വാസമൃഷയേ സമുമോച ശാപം ഭക്തോത്തമ സദുർഷി അനുഗ്രഹമേവ മേനേ. ഇന്ന് 23-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകമാണ്. ഷഷ്ട്യാത്തദോ ദുഹിതൃഭിസൃജത കുലൗകാൻ ദൗഹിത്രസൂനുരഥ തസ്യ സ വിശ്വരൂപീ സ്തോത്രവർമ്മിത അജാപയദിന്ദ്രമാജൗ ദേവത്വദീയമഹിമാ ഖലു സർവജൈത്രഃ. ഭാഗവതം 6-ാം സ്കന്ധത്തിലെ 6, 7, 8 എന്നീ അധ്യായങ്ങൾ 3 വരികളിൽ ആവിഷ്കരിക്കുകയാണ് നമ്മുടെ കവി. അദ്ദേഹത്തിൻ്റെ ഈ സംഗ്രഹണ പാടവം ഈ ശ്ലോകത്തിൻ്റെ രചനയിലും കാണാം. തൻ്റെ 11,000 മക്കളും ഈശ്വരമാർഗം സ്വീകരിച്ചു കഴിഞ്ഞ് വീണ്ടും ദക്ഷന് 60 പുത്രിമാരുണ്ടായി. അവരിൽ 10 പേരെ ധർമ്മനും 13 പേരെ കശ്യപനും 27 പേരെ ചന്ദ്രനും 2 പേരെ ഭൂതനും 2 പേരെ അങ്കിരസും 2 പേരെ കൃഷാശ്വനും 4 പേരെ താക്ഷ്യനും വിവാഹം കഴിച്ചു. ഇവരിൽ നിന്ന് പലതരത്തിലുള്ള ജീവിവർഗങ്ങളും ഉണ്ടായി. കശ്യപന്റെ സന്താനങ്ങളാണ് സുരന്മാരും അസുരന്മാരും. നമുക്കറിയാം ഇവർ നിരന്തരമായ ശത്രുതയിലാണ് എന്ന്. അതിഥിയുടെ ഒരു മകനായ ത്വഷ്ടാവിന് ദൈത്യസ്ത്രീയായ രചനയിൽ വിശ്വരൂപൻ എന്ന മകനുണ്ടായി. ദേവന്മാരുടെയും അസുരന്മാരുടെയും ജ്ഞാനം അദ്ദേഹത്തിന് ഉള്ളതിനാൽ ഇരുകൂട്ടരുടെയും ആചാര്യനായി തീർന്നു. ദേവഗുരുവായ ബൃഹസ്പതിയെ ഒരിക്കൽ ഇന്ദ്രൻ അപമാനിച്ചതിനാൽ ബൃഹസ്പതി മറഞ്ഞളഞ്ഞു. ദേവന്മാർക്ക് കാണാതായി. ഗുരുവിൻ്റെ അഭാവത്തിൽ ചൈതന്യം നഷ്ടപ്പെട്ട ദേവന്മാരെ അസുരന്മാർ ആക്രമിച്ചു. ചെറുത്തു നിൽക്കാൻ ദേവന്മാർക്ക് കഴിഞ്ഞില്ല. കാരണം ഉപദേശം നേടാൻ ഗുരുവില്ല. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ദ്രൻ വിശ്വരൂപനെ ഗുരുവായി സ്വീകരിച്ചു. വിശ്വരൂപനാണ് ഇന്ദ്രന് വളരെ പ്രസിദ്ധമായ
നാരായണ കവചം എന്ന മന്ത്രം ഉപദേശിച്ച് അതിൻ്റെ മാഹാത്മ്യം കൊണ്ട് ഇന്ദ്രന് ശത്രുക്കളിൽ നിന്ന് വിജയം നേടാൻ കഴിഞ്ഞു. അല്ലയോ ഭഗവാനെ, നെന്തിരുവടിയുടെ മാഹാത്മ്യം എല്ലായിടത്തും ജയിക്കുന്നതാണല്ലോ. ഈ നാരായണ കവചം എന്നത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു മന്ത്ര അല്ലെങ്കിൽ സ്തോത്രമാണ്. മന്ത്രം എന്ന് പറയാൻ കഴിയില്ല. ഭാഗവതത്തിൽ അത് വളരെ ദീർഘമായി പ്രതിപാദിക്കുന്നുണ്ട്. ഷഷ്ട്യാത്തതോ ദുഹിതൃഭിസൃജത കുലൗഖാൻ ദൗഹിത്രസൂനുരതതസ്യ സ വിശ്വരൂപീ ത്വസ്തോത്രവർഗ്മിതത് മജാഭയദിന്ദ്ര മാജോ ദേവത്വദീയ മഹിമാ ഖലു സർവജൈത്രഃ. ഇന്ന് 23-ാം ദശകത്തിലെ 4-ാമത്തെ ശ്ലോകമാണ്. ജീവിതത്തിൻ്റെയും മനുഷ്യബന്ധങ്ങളുടെയും സത്യം മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ വ്യക്തമാക്കുന്ന ഒരു കഥയാണ് ഇനി പറയാൻ പോകുന്നത്. ചിത്രകേതുവിൻ്റെ കഥ. പ്രാക് ശൂരസേന വിഷയേ കില ചിത്രകേതു പുത്രാഗ്രഹീ നൃപതിരംഗിരസപ്രഭാവാത് ലബ്ധൈകപുത്രമഥ തത്ര ഹതേ സപത്നീ സംഖൈരമുഹ്യ ദവശസ്തവ മായയാസോ. പണ്ട് ശൂരസേനം എന്ന നാട്ടിൽ ചിത്രകേതു എന്ന ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു പുത്രൻ വേണമെന്ന് ആഗ്രഹമുണ്ടായി. അങ്ങനെ അങ്കിരസിൻ്റെ ഉപദേശപ്രകാരം അദ്ദേഹത്തിന് ഒരു പുത്രനെ ലഭിച്ചു. രാജാവും രാജ്ഞിമാരും വളരെയധികം ആഹ്ലാദിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പട്ടമഹിഷിയായ കൃതദ്യുതിയുടെ സപത്നിമാർ, കൃതദ്യുതിയിലാണ് അദ്ദേഹത്തിന് പുത്രനുണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിന് വേറെയും പത്നിമാരുണ്ടായിരുന്നു, സപത്നിമാർ. അവർക്ക് അസൂയുണ്ടായി. തീർച്ചയായിട്ടും ഒരാൾക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ ഒരു അസൂയ സ്വാഭാവികം. അവരെന്ത് ചെയ്തു? പക്ഷേ അവർ സന്തോഷം നടിച്ചുകൊണ്ട് ശിശുവിനെ വിഷം കൊടുത്തു കൊന്നു. എന്തൊരു അതിക്രമമാണ് നോക്കണേ. ചിത്രകേതു എന്തായാലും വളരെ കാലമായി കുട്ടികളില്ലാതെ ഒരു കുട്ടി ഉണ്ടായതാണ്. അതിനെ എങ്ങനെയാണ് അത് മരിച്ചതെന്ന് രാജാവിന് ശരിക്കും മനസ്സിലായിട്ടില്ല, ചിത്രകേതുവിന്. എങ്കിലും അദ്ദേഹം ഈ ശിശുവിൻ്റെ മരണം അറിഞ്ഞ് വളരെയധികം ദുഃഖിതനായി. ഭഗവാന്റെ മായ കൊണ്ടാണ് ദുഃഖം അദ്ദേഹത്തെ മോഹിപ്പിച്ചത് എന്ന് ആണ് പറയുന്നത്. എല്ലാം ഭഗവാന്റെ ഒരു ലീല തന്നെ എന്ന് കവി പറയുന്നു. പ്രാക്ഷൂരസേന വിഷയേ കില ചിത്രകേതുഃ പുത്രാഗ്രഹീ നൃപതിരംഗിരസപ്രഭാവാത് ലബ്ധൈകപുത്രമഥ തത്ര ഹതേ സപത്നീ സംഖൈ അമുഹ്യതഃ അവശസ്തവ മായയാസൗ. ഇരുപത്തിമൂന്നാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകം. ശ്ലോകത്തിൽ പിതൃപുത്രബന്ധം എന്ന് പറയുന്നത് ഒരു മിഥ്യയാണെന്നാണ് പറയുന്നത്. തം നാരദസ്തു സമമംഗിരസാദയാലു സംപ്രാപ്യ താവതുപദർശ്യ സുതസ്യ ജീവം കസ്യാസ്മി പുത്ര ഇതി തസ്യ ഗിരാ വിമോഹം
त्यक्त्वा त्वदर्चनविधौ നൃപതിം നിയുക്ത. പുത്രദുഃഖം കൊണ്ട് ചിത്രകേതു മോഹിതനായി എന്ന് പറഞ്ഞല്ലോ. രാജപരിവാരങ്ങളും രാജ്യത്തെ ജനങ്ങളും എല്ലാം വിലപിക്കാൻ തുടങ്ങി. മാതാവായ കൃതദ്യുതിയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ശിശുവിനെ വിഷം കൊടുത്തു കൊന്ന സപത്നിമാരും അന്യരെ ബോധ്യപ്പെടുത്താനായിട്ട് അവരും കരഞ്ഞു അല്ലേ. അതാണ് ഒരു ലോകത്തിൻ്റെ സ്വഭാവം. തങ്ങളാണ് തെറ്റ് ചെയ്തതെങ്കിൽ പോലും അവരും മനുഷ്യനെ ബോധിപ്പിക്കാൻ എന്ന് പറയില്ലേ നമ്മൾ വേണ്ടി അവരും കരഞ്ഞു. ഈ ഘട്ടത്തിൽ നാരദ മഹർഷി അങ്കിരസിനോടൊപ്പം അവിടെ എത്തി. അങ്കിരസിൻ്റെ ഒരു ഉപദേശം കൊണ്ടാണ് ഈ കുഞ്ഞുണ്ടായത് അല്ലേ. അപ്പോൾ നാരദനും അങ്കിരസും കൂടെ അവിടെ എത്തി. അവരുടെ ഉപദേശങ്ങളെല്ലാം ചിത്രകേതു ഉൾക്കൊണ്ടുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ദുഃഖമൊന്നും ശമിച്ചില്ല. എങ്ങനെ ശമിക്കാനാണല്ലേ. ആറ്റുനോറ്റുണ്ടായൊരു ഉണ്ണി ഒരു വയസ്സ് പോലും തികയുണ്ടാവില്ല, അപ്പോഴേക്കും ആ കുഞ്ഞ് ഇല്ലാതായി. എങ്ങനെയാണ് ഒരു അച്ഛനും അമ്മയൊക്കെ ഇത് സഹിക്കുക? പിതൃപുത്ര ബന്ധം മിഥ്യയാണെന്ന് രാജാവിനെ ബോധ്യപ്പെടുത്താൻ നാരദൻ ഒരു കാര്യം ചെയ്തു. എന്താണത്? നാരദൻ കുട്ടിയുടെ ജീവാത്മാവിനെ വിളിച്ചു വരുത്തി. ഇതൊക്കെ സാധിക്കുമെന്ന് ചോദിച്ചാൽ വലിയ വലിയ ആളുകൾക്ക് സാധിക്കുമായിരിക്കും അന്നത്തെ കാലത്ത്. അപ്പോൾ നാരദൻ ഈ കുഞ്ഞിൻ്റെ ആത്മാവെല്ലാം ഒരുപോലെ തന്നെയാണല്ലോ, കുഞ്ഞാണെങ്കിലും വയസ്സനാണെങ്കിലും ഒക്കെ തന്നെ. അപ്പോൾ ആ ആത്മാവിനെ വിളിച്ചു വരുത്തി ആത്മാവിനോട് പറഞ്ഞു, നിൻ്റെ മാതാപിതാക്കൾ നിന്നെക്കുറിച്ച് ദുഃഖിക്കുകയാണ്. അവരുടെ ദുഃഖം മാറ്റിയിട്ട് നീ ഈ ശരീരത്തിൽ പഴയ പോലെ മകനാവണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ജീവാത്മാവ് പറയുകയാണ്, കർമ്മ ഫലമായിട്ട് ദേവനായും തിര്യക്കായും മനുഷ്യനായും ഒക്കെ ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. എൻ്റെ ഏത് ജന്മത്തിലെ മാതാപിതാക്കളാണ് ഇവർ എന്ന് ഒക്കെ ചോദിച്ചു. ഒരു ബന്ധമില്ലാതെ. അപ്പോൾ ഈ ബന്ധങ്ങളുടെ മിഥ്യാത്വത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജീവാത്മാവ് മറഞ്ഞു. തിരികെ ശരീരത്തിൽ പ്രവേശിക്കാനുള്ള നിർദ്ദേശമൊന്നും സ്വീകരിച്ചില്ല. അതാണ് കഥ അല്ലേ. മരിച്ചുപോയി ജീവൻ പോയി കഴിഞ്ഞാൽ ആ ആത്മാവെല്ലാം വളരെ വിചിത്രമാണ്. ഇതിപ്പോൾ എന്ന് വെച്ചാൽ പുനർജന്മം ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അല്ലേ. പല രീതിയിലും ഓരോരുത്തരുടെയും മക്കളായിട്ട് പല ജന്മങ്ങളും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഏതാണ് എൻ്റെ അച്ഛനും അമ്മയും എന്ന്, അല്ലെങ്കിൽ ഏത് മാതാപിതാക്കളോടാണ് ഞാൻ പറയേണ്ടത് എന്നൊക്കെയാണ് ഈ ആത്മാവ് ചോദിക്കുന്നത്. വളരെ വിചിത്രം തന്നെയല്ലേ. തം നാരദസ്തു സമമങ്കിരസാദയാലു സംപ്രാപ്യ താവതുപദർശ്യ സുതസ്യ ജീവം കസ്യാസ്മി പുത്രൈരി തസ്യ ഗിരാ വിമോഹം തിക്വാ ത്വദർച്ചനമിതൗ നൃപതിം നിയുക്ത. ഇന്ന് 23-ാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകമാണ് പാരായണം ചെയ്യുന്നത്. സ്തോത്രം ച മന്ത്രമഭിനാരദത്തോ ലബ്ധ്വാ തോഷായ ശേഷവപുഷോ നനു തേ തപസ്യൻ വിദ്യാധരാധിപതിതം സഹി സപ്തരാത്രേ ലബ്ധ്വാഭ്യഗുണ്ടമതി മതിരന്നുഭജത് ഭവന്തം. അപ്പോൾ ഇവിടെ ചിത്രകേതുവിന് എന്താ പറയുക, ആ ഒരു മോഹത്തിൽ നിന്ന് അദ്ദേഹം ഉണർന്നു. നാരദനിൽ നിന്ന് സ്തോത്രവും മന്ത്രവും
ഒക്കെ അദ്ദേഹത്തിന് ലഭിച്ചു. പിന്നീട് ശേഷരൂപിയായ ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം തപസ് ചെയ്ത് 7 ദിവസങ്ങൾ കൊണ്ട് 7 രാത്രി കൊണ്ട് എന്ന് പറയുന്നു വിദ്യാധിരാധിപത്യം നേടിയിട്ടും വിദ്യാധരൻ എന്ന ആ ഒരു ലെവലിലേക്ക് എത്തി. എന്നിട്ടും മടുക്കാത്ത ബുദ്ധിയോടെ തുടർന്നും നിന്തിരുവടിയെ ഭജിച്ചു. അതായത് ലൗകിക ബന്ധങ്ങളുടെ നിരർത്ഥകത പുത്രൻ്റെ ആത്മാവിൻ്റെ വാക്കുകളിൽ നിന്ന് ഗ്രഹിച്ച ചിത്രകേതു വിരക്തനായി തീർന്നു. ഈ ലൗകികമായ കാര്യങ്ങളിലൊന്നും അർത്ഥമില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പുത്രലബ്ധിയും പുത്രൻ്റെ വേർപാടും ചിത്രകേതുവിനെ സത്യത്തിൻ്റെ നേർക്ക് നയിക്കാനുള്ള ഉപാധികളായി ഭവിച്ചു. അങ്ങനെ മോഹമകന്ന ചിത്രകേതുവിനെ നാരദൻ തൻ്റെ ശിഷ്യനായി സ്വീകരിച്ചു. ഭഗവാനെ പ്രസാദിപ്പിക്കാനുള്ള സ്തോത്രങ്ങളും മന്ത്രങ്ങളുമെല്ലാം നാരദൻ ചിത്രകേതുവിന് ഉപദേശിച്ചു. സ്തോത്രവും മന്ത്രവും പെട്ടെന്ന് സിദ്ധി നേടാൻ സഹായിക്കും, അല്ലേ? നിഷ്കാമമായ തീവ്ര തപസ്സുകൊണ്ട് ആദിശേഷരൂപിയായ ഭഗവാനെ അദ്ദേഹം പ്രസാദിപ്പിച്ചു. 7 ദിവസം കൊണ്ട് വിദ്യാധരാധിപതിയായി വീണ്ടും ഭഗവത് സേവ തുടങ്ങാൻ തുടർന്നു എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്ഥാനം കിട്ടിയെങ്കിലും അതിലും അല്ലെങ്കിൽ അതിൽ ഒന്നും തന്നെ തോന്നാതെ അഹങ്കരിക്കാതെ എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹം വീണ്ടും ഭഗവാനെ സന്തോഷിപ്പിക്കാനായിട്ട് ഭഗവാനെ സേവിച്ചുകൊണ്ടേയിരുന്നു, തപസ് ചെയ്തുകൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്. സ്തോത്രം ച മന്ത്രമപി നാരദദോധലബ്ധ്വാ തോഷായ ശേഷവപുഷോ നനു തേ തപസ്യൻ വിദ്യാധരാധിപതിതം സഹി സപ്തരാത്രേ ലബ്ധ്വാഭ്യകുണ്ഠമതി ഈരന്വഭജത് ഭവന്തം. ഇന്ന് 23-ാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകമാണ്. തസ്മൈ മൃണാളധവളേന സഹസ്ര ശീർഷ്ണാരൂപേണ ബദ്ധനുതി സിദ്ധഗണാവൃതേന പ്രാദുർഭവന്ന ചിരതോ നുതി വിപ്രസന്നോ ദത്വാത്മതത്വമനുഗൃഹ്യ തിരോദധാഥ. കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? 7 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 7 രാത്രി കൊണ്ട് വിദ്യാധരാധിപത്യം നേടിയ ചിത്രകേതു അദ്ദേഹത്തിന് അല്പകാലം കൊണ്ട് ഭഗവത് ദർശന സൗഭാഗ്യവും ലഭിച്ചു. താമരനൂലുപോലെ ധവള മനോഹരമായ വർണ്ണത്തോടെയാണ് സഹസ്രശീർഷനായ ആദിശേഷന്റെ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷനായത്. സിദ്ധസംഘങ്ങൾ സ്തുതികളാൽ ഭഗവാനെ ആരാധിച്ചുകൊണ്ട് ഭഗവാന്റെ ചുറ്റും ഉണ്ടായിരുന്നു. ചിത്രകേതു സ്തോത്രങ്ങൾ കൊണ്ട് ഭഗവാനെ ആരാധിച്ചു. നാരദ മഹർഷിയിൽ നിന്ന് മന്ത്രദീക്ഷ ലഭിക്കാൻ ഭാഗ്യമുണ്ടായ ചിത്രകേതുവിന് ഭഗവാനിൽ നിന്ന് നേരിട്ട് തത്വോപദേശം സ്വീകരിക്കാൻ വേണ്ട വളർച്ച തീവ്രമായ തപസ്യ കൊണ്ട് നേടിയിട്ടുണ്ടായിരുന്നു. പരമാചാര്യനായ ആദിശേഷൻ ചിത്രകേതുവിന് ആത്മതത്വം ഉപദേശിച്ച് അനുഗ്രഹിച്ച് തിരോധാനം ചെയ്തു. വളരെ ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു ശ്ലോകമാണിത്. ആദിശേഷനിൽ നിന്നും ജ്ഞാനം സ്വീകരിക്കുക എന്ന് പറയുന്നത്, അല്ലേ? ആ വർണ്ണന തന്നെ നമുക്ക് കേൾക്കുമ്പോൾ
രോമാഞ്ചം ഉണ്ടാവുകയാണ്. തസ്മൈ മൃണാളധവളേന സഹസ്രശിഷ്ടാരൂപേണ ബദ്ധനുതി സിദ്ധഗണാവൃതേന പ്രാദുർഭവന്നജിരതോ നുതി വിപ്രസന്നോ ദത്വാത്മതത്വമനുഗൃഹ്യ തിരോദധാത. 23-ാം ദശകത്തിലെ 8-ാമത്തെ ശ്ലോകം. ത്വദ്ഭക്തമൗലിരഥ സോപി ജലക്ഷലക്ഷം വർഷാനി ഹർഷുലമനാ ഭുവനേഷു കാമം സംഗാപയൻ ഗുണഗണം തവ സുന്ദരീഭിഃ സംഗാതിരേകരഹിതോ ലളിതം ചചാര. ഭഗവാന്റെ പ്രസാദം കൊണ്ട് ചിത്രകേതുവിന് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി. അദ്ദേഹം അല്ലാതെ തന്നെ വിദ്യാധര ചക്രവർത്തിയാണ് അല്ലേ. അതിനൊത്ത രാജഭോഗങ്ങളും ശുശ്രൂഷിക്കാൻ വിദ്യാധരിമാരായ സുന്ദരിമാരും അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അവരെ കൊണ്ട് ചിത്രകേതു അങ്ങനെ ആ ജീവിതത്തിൽ മുഴുകുകയല്ല ചെയ്തത്. പിന്നെയോ ആ സുന്ദരിമാരെ കൊണ്ട് ചിത്രകേതു ചെയ്യിച്ചത് ഭഗവാന്റെ ഗുണഗണങ്ങൾ ഗാനം ചെയ്യിക്കലാണ്. അത് കേട്ടും അത്തരത്തിൽ ഭഗവത് ബന്ധമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടും 1000 കോടി വർഷങ്ങൾ അദ്ദേഹം ഉല്ലാസമായി കഴിച്ചുകൂട്ടി. എങ്ങനെ? അതിയായ ആസക്തിയൊന്നുമില്ലാതെ. എന്നാൽ കുറച്ചുണ്ട് എന്നർത്ഥം. അതിയായ ആസക്തിയൊന്നും ഇല്ലാതെയാണ് ഇത്രയും വർഷങ്ങൾ സന്തോഷകരമായി ഉല്ലാസപ്രദമായി ചിത്രകേതു കഴിച്ചുകൂട്ടിയത്. ഈശ്വര കാരുണ്യത്തിന് പാത്രമായ ഭഗവാന്റെ അവസ്ഥ ഈ ശ്ലോകത്തിൽ വളരെ രസകരമായിട്ടാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്. പക്ഷെ അതിലൊന്നും അധികം ആർത്തിയൊന്നും കൂടാതെ ഭഗവാന്റെ സ്തുതിഗീതങ്ങൾ പാടിയും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഭഗവാനെ എന്താ പറയുക പൂജിച്ചും ഒക്കെ വളരെ കാലം സന്തോഷപ്രദമായിട്ട് വിദ്യാധര ചക്രവർത്തി എന്നുള്ള നിലയ്ക്കും കഴിഞ്ഞുകൂടി. ത്വദ്ഭക്തമൗലിരഥ സോപി ജലക്ഷലക്ഷം വർഷാനി ഹർഷുലമനാ ഭുവനേഷു കാമം സംഗാപയൻ ഗുണഗണം തവ സുന്ദരീഭിഃ സംഗാതിരേകരഹിതോ ലളിതം ചചാര. ഒമ്പതാമത്തെ ശ്ലോകം. അത്യന്തസംഗവിലയായ ഭവത് പ്രണുന്നോ നൂനം സരൂപ്യഗിരി ഗിരിമാപ്യ മഹൽ സമാജേ നിശങ്കമംഗകൃത വല്ലഭമംഗജാരിം തം ശങ്കരം പരിഹസന് ഉമയാഭിഷേപേ. ആ ചിത്രകേതു അധികം ആസക്തി ഇല്ലാത്തവരാണെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു. അതിൻ്റെ അർത്ഥം കുറച്ചുണ്ടാവാം അല്ലേ. ആ അല്പമാത്രമായ ആസക്തി പോലും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയായിരിക്കാം ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായി അദ്ദേഹം കൈലാസ പർവ്വതത്തിലെത്തി എന്ന് പറയുന്നു. അവിടെ മഹാന്മാരുടെ സമാജത്തിൽ ഭഗവാൻ ശങ്കരൻ തൻ്റെ പത്നിയെ മടിയിൽ ഇരുത്തിയിരിക്കുന്നത് കണ്ട് ഇദ്ദേഹം പരിഹസിക്കുകയും അത് കേട്ട് കോപിച്ച പാർവതി ചിത്രകേതുവിനെ ശപിക്കുകയും ചെയ്തു എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് ഭക്തോത്തമനായ ചിത്രകേതു സംഘാതിരേകനായി ഭോഗങ്ങൾ സ്വീകരിച്ചെങ്കിലും
സംഘരഹിതനായില്ല. അതാണ് അല്പമെങ്കിലുമുള്ള ആ ആസക്തി ഇല്ലാതാക്കുവാൻ ഭഗവാൻ തന്നെ ഒരു സന്ദർഭം ഒരുക്കിയതാവാം. അതായത് ഒരിക്കൽ ചിത്രകേതു വെള്ളിമാമലയിൽ കൈലാസത്തിൽ ചെന്ന് ശ്രീശങ്കരനെ ദർശിക്കാൻ നിശ്ചയിച്ചു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച ചിത്രകേതുവിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കൈലാസത്തിൽ ഋഷിമാരും ദേവന്മാരും ശിവഗണങ്ങളും എല്ലാം ഉള്ള ഒരു മഹാസദസ്സിൽ അഗ്രാസനസ്ഥനായ ശിവൻ പാർവതിയെ മടിയിൽ വെച്ചുകൊണ്ട് വിരാജിച്ചത് കണ്ട ചിത്രകേതു ശങ്കരനെ പരിഹസിച്ചു. അംഗജാരിയായ ശിവൻ അത് കേട്ട് ചിരിച്ചെങ്കിലും പാർവതിക്ക് അത് സഹിച്ചില്ല. അസുരനായി ജനിക്കട്ടെ എന്ന് ദേവി ചിത്രകേതുവിനെ ശപിച്ചു. ചിത്രകേതുവിനെ ശിക്ഷിക്കാൻ പരാശക്തിയായ ഉമയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ടാവാം അദ്ദേഹത്തെ മനഃപൂർവ്വം കൈലാസത്തിലെത്തിച്ചതും ഉമയെ കൊണ്ട് ശപിപ്പിച്ചതും. അത്യന്തസംഗവിലയായ ഭവത്പ്രണുന്നോ നൂനം സരൂപ്യഗിരി മാപ്യ മഹൽ സമാജേ നിശങ്കമംഗകൃതവല്ലഭമംഗചാരിം തം ശങ്കരം പരിഹസന് ഉമയാഭിഷേഭേ. ഇന്ന് 23-ാം ദശകത്തിലെ അവസാനത്തെ ശ്ലോകമാണ്, 10-ാമത്തെ ശ്ലോകം. നിസ്സംഭ്രമസ്ത്വമയാജിതശാപമോക്ഷേ വൃത്രാസുരത്വമുഖ ഉപഗമ്യ സുരേന്ദ്രയോധീ ഭക്ത്യാത്മതത്വകഥനൈഃ സമരേ വിചിത്രം ശത്രോരവി ഭ്രമമപാസ്യ ഗതപദം തേ. അപ്പോൾ ചിത്രകേതുവിനെ പാർവതി ശപിക്കുകയുണ്ടായി, നീ ഒരു രാക്ഷസനായി തീരട്ടെ എന്ന്. അപ്പം ചിത്രകേതുവിന് അത് കേട്ട് ഒരു പരിഭ്രമം ഉണ്ടായില്ല. എല്ലാവരും ശാപം കിട്ടിയ ശാപമോക്ഷത്തിനായി പ്രാർത്ഥിക്കും അല്ലേ, അതൊന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി, എന്നോട് ക്ഷമിച്ചാലും എന്ന് പറഞ്ഞ് ശ്രീ പാർവതീ പരമേശ്വരന്മാരെ പ്രസാദിപ്പിച്ചുകൊണ്ട് ചിത്രകേതു അവിടെ നിന്നും പോയി. ഇതിൽ 3-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ഇന്ദ്രൻ വിശ്വരൂപനെ ഗുരുവാക്കി എന്ന് പറഞ്ഞിരുന്നു. വിശ്വരൂപൻ ദൈത്യരുടെയും ആതിഥേയന്മാരുടെയും ആചാര്യനായിരുന്നു അല്ലേ. അതിനാൽ ഇദ്ദേഹം യാഗത്തിൽ ദേവന്മാരോടൊപ്പം അസുരന്മാർക്കും ഹവിസിൻ്റെ ഭാഗം നൽകാറുണ്ട്. അതറിഞ്ഞ ഇന്ദ്രൻ വിശ്വരൂപനെ വധിച്ചു. തൻ്റെ പുത്രനെ അകാരണമായി വധിച്ച ഇന്ദ്രനോട് പ്രതികാരം ചെയ്യാൻ തക്ക ശക്തിമാനായ ഒരു പുത്രനെ ലഭിക്കാൻ ത്വഷ്ടാവ് ഒരു ആഭിചാര ഹോമം നടത്തി. ആ ആഭിചാരാഗ്നിയിൽ നിന്ന് ഇന്ദ്രൻ്റെ ശത്രുവായ വൃത്രാസുരനായി ചിത്രകേതു പുനർജനിച്ചു. വൃത്രാസുരനും ഇന്ദ്രനും തമ്മിൽ യുദ്ധമുണ്ടായി. ഇന്ദ്രൻ്റെ വജ്രമേറ്റ് വൃത്രാസുരൻ്റെ കൈയും ശൂലവുമെല്ലാം മുറിഞ്ഞു. ശേഷിച്ച ഒരു കൈ കൊണ്ട് വൃത്രാസുരൻ ഇന്ദ്രനെ അടിച്ചു അത്രേ. അടിയേറ്റ് ഇന്ദ്രൻ തളർന്നു വീണു. വൃത്രനാവട്ടെ ഇന്ദ്രനെ ആത്മതത്വം ഉപദേശിച്ച് വീണ്ടും യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചു. നോക്കണേ, യുദ്ധത്തിൽ തളർന്നു വീണ ശത്രുവിന് ആത്മതത്വോപദേശം ചെയ്ത ഒരു മഹത്വമാണ് ഇവിടെ വിചിത്രമായി നമുക്ക് തോന്നുന്നത്. പിന്നീട് വൈഷ്ണവ തേജസ് കലർന്ന വജ്രായുധം കൊണ്ട് ഇന്ദ്രൻ വൃത്രാസുരനെ വധിച്ചു. വൈഷ്ണവ തേജസ്സിൽ ലയിച്ച വൃത്രൻ പരമപദത്തിൽ
വിലയം പ്രാപിച്ചു. ഇദ്ദേഹത്തിന് മോക്ഷം ലഭിച്ചു. നിസ്സംഭ്രമസ്ത്വയമയാജിത ശാപമോക്ഷേ വൃത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധി ഭക്ത്യാത്മതത്വകഥനൈ സമരേ വിചിത്രം ശത്രോരവി ഭ്രമമപാസ്യ ഗതം പദം തേ. സുഹൃത്തുക്കളെ, എനിക്ക് ചെറിയൊരു പിഴവ് പറ്റിയിട്ടുണ്ട്. ഈ 23-ാം ദശകത്തിൽ 11 ശ്ലോകങ്ങളുണ്ട്. 10ാമത്തെ ശ്ലോകം അവസാനത്തെ ശ്ലോകമല്ല കേട്ടോ. 11ാമത്തെ ശ്ലോകം. ത്വത്സേവനേന ദിതിരിന്ദ്രവതോദ്യതാപി താൻ പ്രത്യുതേന്ദ്ര സുഹൃദോ മരുതോ വിലേപേ ദുഷ്ടാശയേപി ശുഭദൈവ ഭവന്നിഷേവാ തത്താദൃശസ്ത്വമവ മാം പവനാലയേശ. തൻ്റെ മക്കളെ വധിച്ച ഇന്ദ്രനോട് പക തോന്നിയ ദിതി ഭർത്താവായ കശ്യപനെ പ്രസാദിപ്പിച്ച് ഇന്ദ്രനെ വധിക്കാൻ തക്ക ശക്തിയുള്ള ഒരു പുത്രനുണ്ടാകണമെന്ന് വരം യാചിച്ചു. അതനുസരിച്ച് കശ്യപൻ ദിതിയിൽ ഗർഭാധാനം ചെയ്തു. സന്താനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വ്രത എങ്ങനെ അനുഷ്ഠിക്കണം എന്നൊക്കെ ഉപദേശിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ ഇന്ദ്രൻ ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടെ ദിതിയെ ശുശ്രൂഷിക്കാൻ എന്ന പേരിൽ അടുത്തുകൂടി. ഗർഭഭാരവും വ്രതാചരണവും ഒക്കെ കൊണ്ട് ക്ലേശിച്ചിരുന്ന ദിതി ഒരു ദിവസം സന്ധ്യയ്ക്ക് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ വ്രതഭംഗം നേരിട്ട് സമയം നോക്കി ഇന്ദ്രൻ ദിതിയുടെ ഉദരത്തിൽ കടന്ന് ഗർഭത്തെ വജ്രം കൊണ്ട് ഖണ്ഡിച്ചു. വേദന കൊണ്ട് നിലവിളിച്ച ഗർഭസ്ഥ ശിശുവിനെ മാ രുത എന്ന് പറഞ്ഞാൽ കരയണ്ട എന്ന് തടഞ്ഞ് ഗർഭത്തെ 7ആയി ഖണ്ഡിച്ചു. തുടർന്ന് ഓരോ ഖണ്ഡത്തെയും 7 നുറുക്കി. അങ്ങനെ 49 മുറിഞ്ഞ ഓരോ ഖണ്ഡവും ഓരോ ശിശുക്കളായി. അവർക്ക് മരുത്തുക്കൾ എന്ന് പേരുണ്ടായി. ഗർഭത്തിൽ നിന്ന് പുറത്തു വന്ന മരുത്തുക്കൾ പക്ഷേ ആശ്ചര്യം എന്ന് പറയട്ടെ ഇന്ദ്രൻ്റെ സുഹൃത്തുക്കളായി. ദിതിയോട് മാപ്പിരന്ന് ദിതിയുടെ സമ്മതത്തോടെ ഇന്ദ്രൻ സ്വർഗത്തിലേക്ക് മടങ്ങി. ഇന്ദ്രനെ നശിപ്പിക്കുക എന്ന ദുഷ്ടബുദ്ധിയോടെ ശ്രമിച്ച ദിതിക്ക് നല്ലവരായ മരുത്തുക്കളെ സന്താനങ്ങളായി കൊടുത്ത ഭക്ത കൽപ്പതരുവായ അല്ലയോ ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണമേ. ത്വത്സേവനേന ദിതിരിന്ദ്രവധോദ്യതാപി താൻ പ്രത്യുതേന്ദ്ര സുഹൃദോ മരുതോ വിലേപേ ദുഷ്ടാശയേപി ശുഭദൈവദ്ഭവന്നിഷേവ തത്താദൃശസ്ത്വമവ മാം പവനാലേശ. ഗുരുവായൂരപ്പ.